പച്ചക്കുരുമുളക് അരച്ച്. ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വെറൈറ്റി ഫുഡ് വീഡിയോ ആയിട്ടോ വന്നേക്കണേ. നമ്മൾ ഇത്രയും ദിവസം ചെയ്ത പോലെ തന്നെ ഒരു വളരെ വെറൈറ്റി കണ്ടൻറ്റാണ് ഇന്നത്തെ ഫുഡ് വീഡിയോയിലുള്ളത്. നമ്മുടെ നാടൻ താറാവാണ്. ഇതുണ്ടോ, തനി നാടൻ താറാവാണിത്. വലിയ തൂക്കമൊന്നുമില്ല, ഒരു ഒന്നര കിലോ കഷ്ടിയേ ഉള്ളൂ. ഇതിനെ കൊണ്ടൊരു ചൈനീസ് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അവറാഞ്ഞേട്ടുണ്ട്. അവറാഞ്ഞേട്ടൻ ഇന്ന് സ്പെഷ്യൽ ചൈനീസ് വിഭവമാട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താറാവ്, 2 താറാവാണ്. ഇതൊരു പ്രത്യേക ചൈനീസ് ഐറ്റമാണ്. ഇവിടെ ചേർക്കുന്നത് അരപ്പുകൾ കുറച്ചുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി അരച്ചത്, കുരുമുളക് അരച്ചത്, നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്. ഇത് സ്പെഷ്യലാണ്. ഇനി ഇത് ഒന്ന് ചേർക്കാനകത്തേക്ക് പച്ചക്കാന്താരി പച്ചക്കുരുമുളക് അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയാണ് ഈ മസാല റെഡിയാക്കിയേക്കണേ. അതിൻ്റെ കൂടെ പുള്ളിയുടെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്. അത് വേണ്ടവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ? എല്ലാത്തിൻ്റെയും ഫ്ലേവറിൻ്റെ സ്മെല്ലും നല്ല അടിപൊളിയായിട്ട് ഉണ്ട് അല്ലേ? കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ഗുണം ഉണ്ടല്ലോ. ഇത് എണ്ണ കിടന്ന് പൊരിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡുമ്മനാലിറ്റി വരും, ഇടുപ്പനാലിറ്റി വരും. നമുക്കിവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഒരു 45 മിനിറ്റ് എരിവൊക്കെ ഉണ്ടാവും. എല്ലാം ചേർന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എരിവ് വേണ്ടവർക്ക് കാന്താരി മുളകൊക്കെ ചേർക്കാം. സൂപ്പർ സ്മെല്ലാട്ടോ മസാലയ്ക്ക്. എന്തായാലും മസാലയൊക്കെ പുരട്ടി 2 താറാവിന് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറേ നേരം ഇവിടെ ഇരിക്കട്ടെ. മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഗ്യാസ് കത്തിക്കുകയാണ്. എണ്ണ ചൂടായി. അപ്പം താറാവിനെ കൂടെ എണ്ണയിലേക്ക് ഇടാൻ പോകണം. താറാവ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ആ മസാലയൊക്കെ ആ വേവണേൻ്റെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. നമുക്ക് എന്തായാലും നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. എന്താ പറയുക, താറാവ് സ്പെഷ്യൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്ക്
അപ്പോൾ താറാവിൻ്റെ ഭംഗിക്ക് വേണ്ടി ചുറ്റും കുറച്ച് സലാഡൊക്കെ റെഡിയാക്കി വയ്ക്കാം അല്ലേ. തക്കാളിയും നമ്മുടെ സവോളയും പച്ചമുളകും. താറാവിനുള്ള സൈഡെന്ന് പറഞ്ഞത് കപ്പയും ചേമ്പും കാച്ചിലും കൂടി ഒരുമിച്ച് പുഴുങ്ങിയ പുഴുക്കാണ്. ആ പുഴുക്ക് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റെഡിയാ? അങ്ങനെ നമ്മുടെ ചൈനീസ് താറാവും നാടൻ കപ്പയും ചേമ്പൊക്കെ പുഴുങ്ങി പുഴുക്കുമായിട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫാമിലെ സൂപ്പർവൈസർ മോഹൻചേട്ടനുണ്ട്. ഇന്നത്തെ അതിഥി മോഹൻചേട്ടനാണ്. അപ്പോൾ മോഹൻചേട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ട്. മോഹൻചേട്ടാ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കപ്പ പുഴുക്കെന്ന് വെച്ച് നോക്കിയത് നമ്മുടെ അത് നമ്മുടെ നാടൻ, ഇത് നമ്മുടെ ചൈനീസ്. ആ കുരുമുളകിൻ്റെയും നമ്മളെ കാന്താരി മുളകിൻ്റെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എന്നാലും താറാവ് മുഴുവൻ വറുത്താലും നല്ല സൂപ്പർ ഇതാ. ഇത്ര നല്ല കപ്പ പുഴുക്കുള്ള പിന്നെ ചോറിൻ്റെ അതിൻ്റെ ആ സ്കിന്നൊക്കെ നല്ല പപ്പടം പോലെ ഡ്രൈ ആയിട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ എടുത്തറിയുണ്ട്. പച്ചക്കുരുമുളക് അരച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പിടിക്കാൻ താമസം ഉണ്ടെന്നോ. അപ്പോൾ അടുത്തൊരു അടിപൊളി ഫുഡ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബബ്ബായ് പറഞ്ഞേട്ടാ. ബബ്ബായി പറഞ്ഞാലോ. ബൈ. അത് വിഷമം പറ്റില്ല.